ആ ബീച്ചിന് നടുവിലായി ഒരു മെത്ത, ഫുൾ വൈറ്റ് ബെഡ്ഡിങ്. അതിനു ചുറ്റും കാൻഡിൽസും റോസ് പെറ്റലും കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. ഇഷ്ടായോ? മോഹിനിയെ പിറകിൽ നിന്ന് കെട്ടിപ്പിടിച്ച് അവളുടെ തോളിൽ താടി ഊരി രുദ്രൻ ചോദിച്ചു. മോഹിനിക്ക് സന്തോഷം കൊണ്ട് കണ്ണൊക്കെ നിറഞ്ഞു വന്നു. അവന്റെ കൈക്കുള്ളിൽ തിരിഞ്ഞു നിന്ന് അവനെ ഇറുകി പുണർന്നു മോഹിനി. നെഞ്ചിലമർന്ന മുഖത്തോടൊപ്പം ഇട്ടിരുന്ന ഷർട്ടും കടന്ന് നനവ് അറിഞ്ഞതും നെഞ്ചിൽ നിന്നും മുഖം പിടിച്ചു മാറ്റി രുദ്രൻ. എന്താടാ? എനിക്ക് സന്തോഷം കൊണ്ടാ. കരഞ്ഞു ചുമന്ന മുഖത്തെ നീരൊപ്പി ആ നെറുകയിൽ മുത്തമിടുമ്പോൾ രുദ്രനും എന്തിനോ വേണ്ടി ഒരു മിഴിനീർ പൊഴിച്ചു. ദർശൻ ആകെ അസ്വസ്ഥനായിരുന്നു. ഓഫീസിൽ നിന്നും വരുന്ന വഴിയിൽ വെച്ചു കണ്ട കാഴ്ച അയാളുടെ മനസ്സിനെ വല്ലാതെ പിടിച്ചുലച്ചു കളഞ്ഞിരിക്കുന്നു. ഒരു കീറിപ്പറിഞ്ഞ സാരിയിൽ വഴിവക്കിലിരുന്ന് ഭിക്ഷ യാചിക്കുന്ന രാധിക. തലമുടിയൊക്കെ ആകെ പാറിപ്പറന്ന് ഒരു പ്രാകൃത രൂപം. പഴയ ആ പ്രതാപമൊന്നും ഇപ്പോൾ ഇല്ല. ആ കാഴ്ച ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു നോവുണർത്തിയിരിക്കുന്നു. എന്തൊക്കെ പറഞ്ഞാലും താൻ ജീവനും ജീവിതവും കൊടുത്ത് സ്നേഹിച്ചവളാണ്. തന്നെ അച്ഛാ എന്ന് വിളിക്കാൻ ഒരു മകനെ നൽകിയവളാണ്. അവളുടെ ഈ അവസ്ഥ അത് തനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എന്നാൽ എല്ലാം മറന്ന് അവളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുകയുമില്ല. കാരണം അവൾ ചെയ്തതൊക്കെയും അത്ര പെട്ടെന്ന് ക്ഷമിക്കാൻ പറ്റുന്ന ഒന്നാണോ? ഇനി അഥവാ താൻ ക്ഷമിച്ചാൽ തന്നെയും ഈ കുടുംബത്തിലെ മറ്റ് അംഗങ്ങളുടെ കൂടെ സമ്മതമില്ലാതെ അവളെ എനിക്ക് ഇവിടേക്ക് കൊണ്ടുവരാൻ കഴിയില്ല. തന്നോട് മാത്രമല്ല, ഈ കുടുംബത്തിനോട് മുഴുവനും തെറ്റ് ചെയ്തിട്ടാണവൾ ഇവിടെ നിന്നും ഇറങ്ങിയത്. അങ്ങനെ ഒരുവളെ എല്ലാവരുടെയും സമ്മതത്തോടെ ഇനി ഇവിടേക്ക് വിളിക്കുക എന്നത് സാധ്യമായ കാര്യമല്ല. ഒക്കെയും ആലോചിച്ചു തല പൊട്ടിപ്പിളരുന്ന പോലെ. എന്ത് ചെയ്യണമെന്നറിയാതെ, ഉഴറുന്ന മനസ്സിനെ എങ്ങനെ ശാന്തമാക്കണമെന്നറിയാതെ ചെന്നിയിലെ ഞരമ്പ് വലിഞ്ഞ വേദനയിൽ മുടിയിൽ കൊരുത്തി വലിച്ചു പോയി ദർശൻ. എന്താ ദേവു, ആകെ ഒരു വിഷമം പോലെ? നാളെ നമ്മൾ തിരികെ പോകുന്നതിനാണോ? അറിയില്ല രുദ്രേട്ടാ. ഇനിയിപ്പോൾ വീണ്ടും നമ്മുടെ നോർമൽ ജീവിതത്തിൻ്റെ തിരക്കുകളിലേക്ക് പോകണം എന്നോർക്കുമ്പോൾ ഒരു മടിയും വിഷമവും. എങ്കിൽ പിന്നെ ആ വിഷമം അങ്ങ് മാറ്റാൻ നമുക്ക് ഇന്ന് നേരം പുലരുവോളം ആഘോഷിച്ചാലോ പെണ്ണേ? ആരെയും മയക്കുന്ന ചിരിക്കൊപ്പം ചോദിക്കുന്നവൻ തന്നിലേക്ക് വലിച്ചിട്ട് കൊണ്ടാ ചുണ്ടുകൾ നുകർന്നൊരു മറുപടിയാണ് മോഹിനി നൽകിയത്. പതിവിലും വിപരീതമായി ഇന്നവളാൽ അവനാണ് കാമിക്കപ്പെട്ടത്. താൻ നൽകുന്ന സുഖങ്ങൾ സ്വീകരിച്ച് കിടക്കുന്നവളെക്കാൾ തനിക്ക് മേൽ ആധിപത്യം സ്ഥാപിച്ച് സ്വന്തം സുഖം തേടുന്നവൾ അവനെന്ന പുരുഷനെ കൂടുതൽ സന്തോഷിപ്പിച്ചു. നേരം പുലരുവോളം മോഹിനിയും രുദ്രനും പരസ്പരം നിറഞ്ഞാടിക്കൊണ്ടേയിരുന്നു. ഹണിമൂണൊക്കെ പോയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു മോനെ രുദ്ര? തോളത്തടിച്ചൊപ്പം ഷാനിന്റെ ചോദ്യത്തിൽ ഒറ്റക്കണ്ണിറുക്കി ഒരു ചിരി പാസാക്കി രുദ്രൻ. ബാലി മൊത്തം കറങ്ങിയോ അതോ നീ? പറഞ്ഞു മുഴുവനാക്കും മുമ്പേ വയറിനു കിട്ടിയ ഇടിയിൽ അയ്യോ എന്നു പറഞ്ഞു വയറ് അമർത്തിപ്പോയി. എടാ പന്നി, ഇതെന്തോന്ന് ഇടിയടാ? എൻ്റെ മെയിൻ പാർട്ടിന് വല്ലതും പറ്റിയിരുന്നെങ്കിൽ എൻ്റെ അഞ്ജലിക്ക് ആരാ ഉള്ളത്? അഞ്ജലിയോ? അപ്പം മീര? ഓ അത് പിന്നെ. ഓ കാട്ടുകോഴി. പോടാ, ഞാൻ കോഴിയൊന്നുമല്ല. പെട്ടെന്നാണ് പോക്കറ്റിൽ കിടന്ന രുദ്രൻ്റെ ഫോൺ റിങ് ചെയ്യുന്നത്. ഹലോ. മറുതലക്കൽ നിന്നും കേട്ട വാർത്ത തീരെ ശുഭകരമല്ലെന്ന് അവൻ്റെ മുഖം വിളിച്ചോതിക്കൊണ്ടേയിരുന്നു. വണ്ടിയുടെ ചാവിയും എടുത്തുകൊണ്ട് ആരെയും നോക്കാതെ ഓഫീസിൽ നിന്നും ഇറങ്ങി ഓടുന്നവൻ്റെ പിന്നാലെ പാഞ്ഞിട്ടും ഷാൻ അവൻ്റെ ഒപ്പം എത്താൻ പാടുപെട്ടു. നരകത്തിലെ വെയർഹൗസിൽ തീപിടുത്തം. ഇന്നുച്ചയ്ക്ക് 11 മണിയോടെയാണ് നഗരമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന വെയർഹൗസിൽ തീ പിടിച്ചത്. ന്യൂസിൽ വാർത്ത കണ്ട റൂഹിക്ക് ആകെ തല പെരുത്ത് കയറി. വെയർഹൗസിലല്ലേ മോഹിനിയുടെ പുതിയ ആർട്സിൻ്റെ ഷൂട്ട് നടക്കുന്നത്? അവൾ ഉടൻ തന്നെ രുദ്രനെ ഫോൺ ചെയ്തു. ഫോൺ റിങ് ചെയ്യുന്നതല്ലാതെ ആരും കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അവൾക്കാകെ ഭയം തോന്നിത്തുടങ്ങി. അവർ രോഹിത്തിനെയും ഷാനെയും ഒക്കെ മാറി മാറി വിളിച്ചു. ഒരുപാട് നേരത്തെ ശ്രമത്തിന് ശേഷം രോഹിത്ത് ഫോൺ അറ്റൻഡ് ചെയ്തു. മോഹിനിയും ഷൂട്ടിൻ്റെ ക്രൂവും അടക്കം 7 പേരെ ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുണ്ട്. ആർക്കും തന്നെ ഗുരുതരമായ പരിക്കുകളൊന്നുമില്ല. എങ്കിലും മെഡിക്കൽ ചെക്കപ്പിന് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നതാണ്. ഹോസ്പിറ്റലിൽ വന്നപ്പോൾ അപകടത്തിൻ്റെ ഷോക്കിൽ മോഹിനി ആകെ തളർന്ന് ബോധരഹിതയായെന്നും ഇവിടെ അഡ്മിറ്റ് ചെയ്തതെന്നും എന്നവൻ പറഞ്ഞതനുസരിച്ച് റൂഹിയുടെ കാർ ഹോസ്പിറ്റലിന് നേരെ പാഞ്ഞു. റിസപ്ഷനിൽ അന്വേഷിച്ച് ചെല്ലുമ്പോൾ മോഹിനി റൂം നമ്പർ 205 ഉണ്ടെന്നറിയാൻ കഴിഞ്ഞിരുന്നു. റൂമിലേക്ക് എത്തിയതേ കണ്ടു. മോഹിനിയുടെ തലയിൽ തഴുകി അവൾക്കരികിലായി ഹോസ്പിറ്റൽ ബെഡിൽ ഇരിക്കുന്ന രുദ്രനെയും റൂമിലെ കൗച്ചിലിരിക്കുന്ന ഷാനെയും രോഹിത്തിനെയും. അവൻ്റെ മുഖം ഇത്രയും നേരം അനുഭവിച്ച മാനസിക സംഘർഷങ്ങളെ വിളിച്ചോതിയിരിക്കുന്നു. രുദ്രൻ പയ്യ റൂഹിയുടെ വിളിയിൽ തിരിഞ്ഞു നോക്കി. അവൻ്റെ കണ്ണുകളിൽ ഇപ്പോഴും ഉണങ്ങാത്ത കണ്ണീരിൻ്റെ നനവ് കാണാം. നീ ഇപ്പോൾ വന്നതേ ഉള്ളൂ? ഹാ പയ്യ, മോഹിനിക്ക് എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ലടാ. ആ ആക്സിഡൻറ്റിൻ്റെ ഒരു ഷോക്കിൽ പറ്റിയതാ. കുറച്ച് ടെസ്റ്റുകളൊക്കെ നടത്തി. ഇന്ന് വൈകുന്നേരം തന്നെ മടങ്ങാം. എന്നാലും ഇവിടെ ഒന്ന് നേരിൽ കാണുന്നത് വരെ ഞാൻ തീ തിന്നുവായിരുന്നു.
വീണ്ടും അവൻ മോഹിനിയുടെ തലയിൽ തലോടി. എല്ലാവരുടെയും സംസാരമൊക്കെ കേട്ടതിനാലാവണം അവളും മയക്കം വിട്ട് കണ്ണ് തുറന്നിരുന്നു. തനിക്ക് മുമ്പിൽ ഇരിക്കുന്ന രുദ്രനെ കണ്ടപ്പോൾ വീണ്ടും മുമ്പ് നടന്ന തീപിടുത്തമൊക്കെ ഓർത്തു അവൾ പൊട്ടിക്കരയാൻ തുടങ്ങി. ഹേയ്, എന്താടാ, എന്തിനാ കരയുന്നേ? എന്തെങ്കിലും ഡിസ്കംഫോർട്ട് ഉണ്ടോ? രുദ്രന്റെ ശബ്ദത്തിൽ ആകുലത നിറഞ്ഞു. അവൾക്കത് കേട്ടതും കൂടുതൽ കരച്ചിൽ വന്നു. രുദ്രൻ അവളെ പുണർന്നതും ആശ്വാസവാക്കുകൾ പറഞ്ഞതും ഒരു വിധത്തിൽ ആശ്വസിപ്പിച്ചു. കുറച്ചു നേരം ഒന്ന് കരഞ്ഞപ്പോൾ മോഹിനിക്കും ഒരു ആശ്വാസം തോന്നി. കണ്ണും മുഖവുമൊക്കെ തുടച്ചു കഴിഞ്ഞപ്പോഴാണ് അവൾക്കു ചുറ്റും കൂടി നിന്നവരെയൊക്കെ കാണുന്നത്. അവരൊക്കെ കണ്ടപ്പോൾ ഇത്രയും നേരം കരഞ്ഞതോർത്ത് മോഹിനിക്ക് എന്തോ ഒരു ചമ്മൽ പോലെ തോന്നി. എങ്കിലും അവരുടെയൊക്കെ വിശേഷം തിരക്കൽ കേട്ടപ്പോൾ ആ ചമ്മൽ അകന്നു. ഷാനും രോഹിത്തും കുറച്ചു നേരം ഇരുന്നിട്ട് പോയിരുന്നു. റൂഹിയാണെങ്കിൽ ഡിസ്ചാർജ് വാങ്ങുന്നത് വരെയും രുദ്രനും മോഹിനിക്കും ഒപ്പം ഉണ്ടായിരുന്നു. തിരികെ മാർഷനിലേക്ക് പോകുന്നതിനു പകരം തന്റെ അപ്പാർട്ട്മെന്റിലേക്കാണ് രുദ്രൻ മോഹിനിയെ കൊണ്ടുപോയത്. ഇന്നലത്തെ ഷോക്കിൽ അവൾ തീർച്ചയായും തന്റെ അമ്മയുടെ സാമീപ്യം ആഗ്രഹിക്കുന്നുണ്ട് എന്നവന് അറിയായിരുന്നു. മോഹിനിയെക്കുറിച്ച് അറിഞ്ഞ സർലയ്ക്ക് ഒരു മനസ്സമാധാനവും ഇല്ലായിരുന്നു. രുദ്രൻ അവളുമായി തിരികെ അപ്പാർട്ട്മെന്റിലേക്ക് വരുമെന്ന വാക്കിനെ ചൊല്ലിയാണ് അവർ ആശുപത്രിയിലേക്ക് പോകാൻ നിർബന്ധം പിടിക്കാത്തത്. മോഹിനിയെ കണ്ടതും സർല ഓടിവന്ന് കെട്ടിപ്പിടിച്ചു. അമ്മയെ കണ്ട മോഹിനിയും അവരെ ഇറുകെ പുണർന്നു. അമ്മയെ കണ്ടതും വീണ്ടും അവളിൽ സങ്കടം ഇരച്ചെത്തി. മോഹിനിയെ മുറിയിലാക്കിയതിനു ശേഷം അമ്മയെയും മകളെയും തനിയെ വിട്ട് രുദ്രൻ പുറത്തേക്കിറങ്ങി. രുദ്രേട്ടാ. എന്താ ദേവു, ഇന്ന് നേരത്തെ വരുവോ? അതെന്തിനാ? വരാൻ പറ്റുമോ ഇല്ലയോ എന്ന് പറ. നീ കാര്യം പറ. എന്തെങ്കിലും അത്യാവശ്യമാണോ? ഓ, അത്യാവശ്യമാണെങ്കിലേ നിങ്ങൾക്ക് നേരത്തെ വരാൻ പറ്റുകയുള്ളൂ. എന്റെ പൊന്നു ദേവു, നീ കാര്യം എന്താണെന്ന് വെച്ചാൽ പറ. അല്ലാതെ ഒരുമാതിരി കുഞ്ഞു കളിക്കല്ലേ. എനിക്കിവിടെ നൂറുകൂട്ടം തിരക്കുള്ളതാണ്, നിനക്കറിയാലോ. കാര്യമുള്ള കാര്യത്തിന് വല്ലതുമാണോ? എന്നാൽ വരാ. എനിക്കിപ്പോ പറയാൻ സൗകര്യമില്ല. അന്നത്തെ സംഭവത്തിന് ശേഷം ഇപ്പോൾ 1.5 ആഴ്ച പിന്നിട്ടിരിക്കുന്നു. പുതിയ ചില പ്രോജക്റ്റുകളുടെ തിരക്കിലാണിപ്പോൾ രുദ്രൻ. അതിനിടയിലാണ് മോഹിനി വിളിക്കുന്നത്. ദർശൻ ഒരു ലോങ് ബ്രേക്ക് എടുത്തിരിക്കുന്നതിനാൽ രുദ്രന്റെ ജോലിഭാരം ഇരട്ടിയാണ്. അപ്പോഴാണ് മോഹിനിയുടെ ഫോൺ കോൾ. പക്ഷേ ദേഷ്യപ്പെട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അത്രയ്ക്കൊന്നും വേണ്ടായിരുന്നു എന്ന് തോന്നി രുദ്രന്. തിരിച്ചു വിളിച്ചിട്ടാണെങ്കിൽ ഫോൺ എടുക്കുന്നുമില്ല. അതുപിന്നെ വാശിയുടെ കാര്യത്തിൽ ഒട്ടും പിറകിലല്ലല്ലോ. ഓരോന്നാലോചിച്ച് രുദ്രന് ചിരി പൊട്ടി. ഇനിയിപ്പോൾ ഈ പിണക്കം മാറ്റാൻ ഞാൻ കുറേ പാടുപെടേണ്ടി വരും. രുദ്രൻ കഴിവതും നേരത്തെ തന്നെ ഓഫീസിൽ നിന്നും ഇറങ്ങിയിരുന്നു. വരുന്ന വഴിയിൽ മോഹിനിയുടെ ഫേവറേറ്റ് റെഡ് റോസും വാങ്ങിയിരുന്നു. രുദ്രൻ പയ്യ, ഇന്ന് നേരത്തെ വന്നോ? പതിവിലും വിപരീതമായി രുദ്രൻ നേരത്തെ വന്നത് കണ്ട അമ്പരപ്പെ റൂഹി ചോദിച്ചു. നേരത്തെ ഇറങ്ങേണ്ടതായി വന്നു. എവിടെ എൻ്റെ പ്രിയ പത്നി? അതെ, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പിണക്കമുണ്ടോ? കക്ഷി ആകെ മൂഡ് ഓഫ് ആണല്ലോ. ഒരു ചെറിയ സൗന്ദര്യ പിണക്കം. അവളെ നോക്കി ഒരു കണ്ണിറുക്കി പറഞ്ഞിട്ട് രുദ്രൻ നേരെ തന്റെ മുറിയിലേക്ക് ചെന്നു. ചെന്നതേ കണ്ടു ബാൽക്കണിയിൽ തിരിഞ്ഞു നിൽക്കുന്നവളെ. തിരിഞ്ഞു നിൽക്കുന്നതിനാൽ രുദ്രൻ വന്നതൊട്ടും അവൾ അറിഞ്ഞില്ല. തന്നെത്താനെ എന്തൊക്കെയോ പിറുപിറുക്കുന്നുണ്ട്. അവൻ കയ്യിലിരുന്ന പൂക്കൾ കൗച്ചിലേക്ക് വെച്ച് ശബ്ദമുണ്ടാക്കാതെ ചെന്ന് അവളെ പിറകിൽ നിന്നും പുണർന്നു. പേടിച്ചു പോയല്ലോ രുദ്രേട്ടാ. അവന്റെ കരവലയത്തിനുള്ളിൽ നിന്നും രക്ഷപ്പെടാൻ ഒരു ശ്രമം നടത്തിക്കൊണ്ട് മോഹിനി കെറുവിച്ചു. എന്റെ പൊന്നേ, ഓഫീസിൽ ഒരുപാട് തിരക്കായി പോയേടി. അതല്ലേ ഇപ്പോൾ അച്ഛനും കൂടി ഇല്ലാത്തത് കൊണ്ട് എനിക്ക് നൂറുകൂട്ടം പണിയാടാ. സോറി. അതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യമല്ലേ. എന്നിട്ടും നേരത്തെ വരാവോ എന്ന് ചോദിക്കുമ്പോൾ കാര്യമുള്ള കാര്യത്തിനാവും എന്ന് കരുതിക്കൂടെ? പരിഭവം പറയുമ്പോൾ അവളെ തന്നിലേക്ക് തിരിച്ചു നിർത്തി ഒന്നുകൂടെ ചേർത്തു പിടിച്ചു രുദ്രൻ. സോറി പൊന്നെ, ഐ ആം റിയലി സോറി. ഞാൻ ആകെ ടെൻഷനിലായിരുന്നു. ഇനി ഇതുപോലെ ആവർത്തിക്കില്ല. അവൾ അതിനു മറുപടിയൊന്നും പറയാതെ മുഖം കോട്ടി. ദേവു പ്ലീസ് ഡാ. ഞാൻ ദേ ഇനി നീ എപ്പോൾ വിളിച്ചാലും അപ്പോൾ തന്നെ പറന്നെത്തിക്കോളാം. ഇങ്ങനെ പിണങ്ങിയിരിക്കല്ലേടാ. എനിക്കെന്ത് വിഷമമാണെന്നറിയാമോ? ഞാൻ വലിയ കാര്യം വെച്ച് വിളിച്ചിട്ട് എന്നോട് ദേഷ്യപ്പെട്ടിരിക്കുന്നു. സോറി സോറി, 1000 വട്ടം സോറി. അവളുടെ മുമ്പിൽ മുട്ടുകുത്തി നിന്നുള്ളൊരാ സോറി പറച്ചിൽ കണ്ട് മോഹിനിയുടെ മനസ്സാകെ നിറഞ്ഞു. അതിന്റെ ഫലമെന്നാണം അവളുടെ കണ്ണുകളും. അയ്യേ, ഇതെന്താടാ, എന്തിനാ കരയുന്നേ? സന്തോഷം കൊണ്ടാ. സന്തോഷിക്കുമ്പോൾ ആരേലും കരയുമോ? കഷ്ടമുണ്ട് ദേവൂട്ടി നിന്റെ കാര്യം. അവളുടെ താടിയിൽ പിടിച്ച് കൊഞ്ചിക്കുമ്പോൾ തോളിലൂടെ കൈയിട്ട് അവന്റെ ചുണ്ടുകൾ നുകരാൻ തുടങ്ങിയവൾ. അവൾ തുടങ്ങി വെച്ച ചുംബനം ഏറ്റുവാങ്ങി അവൻ അവളിൽ നിറഞ്ഞാടാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് തടഞ്ഞവൾ. എന്താടാ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എന്ത് ബുദ്ധിമുട്ട്? അത് പിന്നെ ഇനിയൊരു 9 മാസത്തേക്ക് ഇത്തിരി സൂക്ഷിച്ചും കണ്ടുമൊക്കെ വേണം. നാണത്തോടെ അവൾ പറയുമ്പോൾ കാര്യം മനസ്സിലായതും പൊട്ടിക്കരഞ്ഞു പോയിരുന്നു രുദ്രനും. പിന്നീടങ്ങോട്ട് സന്തോഷത്തിന്റെ നാളുകളായിരുന്നു രുദ്രനും മോഹിനിക്കും.
ആദ്യത്തെ മോർണിംഗ് സിക്നെസ് ഒഴിച്ചാൽ ഇപ്പോൾ അങ്ങനെ പ്രശ്നങ്ങളൊന്നും തന്നെയില്ല മോഹിനിക്ക്. ഡോക്ടറോട് അനുവാദം വാങ്ങി ഒരു ബേബി മൂൺ പ്ലാൻ ചെയ്യുന്ന തിരക്കിലാണ് രുദ്രൻ ഇപ്പോൾ. രുദ്രേട്ടാ, ഇപ്പോൾ ഫ്രീ ആണോ? ഞാനൊരു മീറ്റിങ്ങിലാടാ. കുറച്ചുകൂടി കഴിഞ്ഞ് വിളിച്ചാൽ മതിയോ? റൂഹിയുമൊത്തൊരു ഷോപ്പിംഗ് കഴിഞ്ഞു മാളിൽ നിന്നും തിരിച്ചിറങ്ങിയ വഴിയാണ് മോഹിനി ആ കാഴ്ച കണ്ടത്.